അടിയാ ഇവനങ്ങാട് ചെന്ന് കഴിഞ്ഞാ പിന്നെ ഞാനല്ല താനല്ലാണ്ട് തന്റെ പ്രേതോ ഇത്? ആ ഇവൻ ചെറിയൊരു ജിന്ന് തന്നെയാണ്. ഇവനങ്ങാട് അടിച്ചിട്ട് ചെറിയ കൊച്ചേണിയൊക്കെ കേറി ഒരുത്തന്നെ ചകളയൊക്കെ കൊടുത്ത് നൈസ് പൂങ്ങോട്ടാണത്. അത് നിനക്ക് ചകളോക്കി കിട്ടാതെ എന്റെ കഴപ്പാണ് നിനക്ക്. അടി കിട്ടാനും അടി കൊടുക്കാനേ ഇവനെ കഴിഞ്ഞ വേറെ ആളുള്ളൂ. ഇങ്ങനെ കുടിച്ചിട്ട് മാത്രം നിന്നാ മതിയാ. പൈസ ഉണ്ടെങ്കിൽ വല്ല ഓർഡർ ചെയ്യടാ, വിശന്നിട്ട് പാടില്ല. എന്റെ അക്കൗണ്ടിലും കാശില്ല, കയ്യിലും കാശില്ല. ആകെ ഉണ്ടായിരുന്ന പൈസയാണ് ഇതിന് ഞാൻ ഷെയർ ഇട്ടത്. എടാ ഓർഡർ ചെയ്യടാ, നിന്റെ അടുത്തൊന്നുമില്ലേ? കാലി കാലി ആറണി സമയത്ത് എടാ ഒന്ന് നോക്കിയാരാണെന്ന്. എന്നെ കൊണ്ടൊന്നും വേണമെങ്കിൽ നീ പോയി തുറക്കുവാണെങ്കിൽ. എന്റെ പൊന്നു മോനെ, നീ ആ ഡോറിന്റെ അടുത്ത് കിണറിനോട് ഞാൻ നിന്നോട് ഒരു ജോലി ഭാരം പറഞ്ഞു. എന്തേ പറയാ? ഫുഡൊന്നും ഓർഡർ ചെയ്തിട്ടുണ്ടായില്ല സാറേ. ബിജു എന്ന് പറഞ്ഞ ഒരാളെ ഓർഡർ ചെയ്തേക്കണം. ഓർഡർ ചെയ്ത ഐറ്റംസ് ഒരു ഫുൾ അൽഫാം മന്തിയാ. ഒരു മിനിറ്റ് ഞാൻ ചോദിച്ചേക്കട്ടെ. എടാ നീ ഫുഡ് വല്ല ഓർഡർ ചെയ്തിട്ടുണ്ടായ? ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അവൻ ഓർഡർ ചെയ്തിട്ടുണ്ടായി. ശരി. എടാ അവനെന്ത് ബോധമില്ലാത്തവനാടാ. നമ്മയുടെ വിശന്ന് പൊരിഞ്ഞിരിക്കണേരുന്നു കറക്റ്റ് സമയത്ത് ഫുഡും കൊണ്ടുവന്നേക്കണം. റൂം നമ്പർ മാറിയല്ല. 5 കൊടുക്കണ്ടതിന് 6 കൊണ്ടേ കൊടുത്തേക്കണം. വേണ്ടത് കഴിക്കണ്ട, ശരിയാവൂല. എന്ത് ശരിയാവൂലെന്ന്? ഇവിടെ ബാക്കിയുള്ള 10ന്റെ പൈസ വിശന്ന് പണ്ടാറണം കേൾക്കുമ്പോഴാണ് അവന്റെ സെന്റിമെന്റ്സ്. ശരിയാണ്, നമുക്ക് കഴിക്കണ്ട. അവനെ തിരിച്ചുകൊണ്ടേ കൊടുത്തേ. ഞാൻ ആ സമയത്ത് അവനെ സപ്പോർട്ട് ചെയ്ത് പറയുകയും ചെയ്തു. നിർത്തടാ. വിശന്ന് പൊരിഞ്ഞിരിക്കുമ്പോ അവന്റെ ഒക്കെ സെന്റിമെന്റ്സ് ഡയലോഗ്. ഇതിനിപ്പോ അവൻ തന്നെ ആയിരിക്കുമല്ലോ. ഇതിന്റെ ഇടയിൽ കിടന്ന് കൂടുതൽ ഷോ കാണിക്കാൻ നിൽക്കണ്ട. ഈ പരിപാടി ഞാൻ ഡീൽ ചെയ്തോളാം.